കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര നോക്കണ സമയത്ത് ആരിനെ ഇടിക്കാനായിട്ട് ആ വാൻ പുറകെ വരുവാണ്. ഒരു നിമിഷം മിത്രയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. മിത്ര അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. ഓടി ചെന്ന് കഴിയുമ്പോഴത്തേനും മിത്രയെ കണ്ടിട്ട് ആരും പതുക്കെ വണ്ടി സ്ലോ ചെയ്യുവാണ്. ഓടി ചെന്ന് മിത്ര എന്ത് ചെയ്യണം, എന്റെ കയ്യെ പിടിച്ച് വലിച്ചിങ്ങോട്ട് ഇടുവാണ്. ആ സമയത്ത് എന്നെ സ്കൂട്ടിയും കൂടെ സൈഡിലേക്ക് വീണു. അയാൾക്ക് ഇടിച്ചു തെറിപ്പിക്കാനായിട്ട് പറ്റിയില്ല. ഒരു നിമിഷം അയാൾക്ക് ഭ്രാന്തളകിപ്പോയി. നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വണ്ടി പെട്ടെന്ന് അവിടെ നിർത്തുകൊണ്ട് പോവാണ്. ആ സമയത്ത് ആരും ചോദിച്ചു, എന്താ എന്താ സംഭവിച്ചേ, നീ എന്തിനാ എന്നെ വലിച്ചിട്ടേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ നോക്കിക്കഴിയുമ്പോഴത്തേനും ഒരു വാം ആരിനെ ഇടിക്കാനായിട്ട് വന്നു. അതാ ഞാൻ പെട്ടെന്ന് ആരിനെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇട്ടേന്ന് പറയാ. ഈ സമയം ആ വാനിന്റെ ഡ്രൈവർ അലോകിന്റെ മിഥുന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മിഥുന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മിഥുന് അടിക്കാൻ കൈ ഓങ്ങുക. പെട്ടെന്ന് അലോക ആ കയ്യെ കയറി തടഞ്ഞു. വേണ്ട, അവനെ ഒന്നും ചെയ്യണ്ടെന്ന് പറയാം. എടാ, നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ആ കാര്യം ഏറ്റെടുത്തേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ സാറേ, ആ കൃത്യസമയത്ത് ഞാൻ പെണ്ണ് വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയണം. പെണ്ണ് വന്നു പോലും നിനക്ക് നാണമില്ലാടാ ഇങ്ങനെ പറയാനായിട്ട്. എടാ, നീ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് താമസിക്കാനുള്ള സ്ഥലം വരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. എന്നിട്ട് അവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ല, ഒരു നാണമില്ലാതെ വൃത്തികെട്ടെന്ന് പറയണം. എന്റെ സാറേ, ഇങ്ങനൊന്നും പറയരുതെന്ന് പറയാ. ഞാനൊരു കൃത്യം നിർവഹിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ ആ പെണ്ണ് വന്നുകൊണ്ടാന്ന് പറയണം. ആ സമയം അലോക തന്റെ ഫോണിനകത്തുനിന്ന് മിത്രയുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കണം. ഈ പെണ്ണാണെന്ന് ചോദിക്കുക. അതെ, ഇവള് തന്നെയാ വന്നേന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. മിത്രയാണ് വന്ന് ആരിനെ രക്ഷിച്ചിരിക്കുന്നത്. എന്നാലും അവൾ എങ്ങനെയാടാ അലോകെ ആ കൃത്യസമയത്തന്നെ അവിടെ വന്നേ അവനെ രക്ഷിക്കാനായിട്ട് വന്നേന്ന് ചോദിക്കുക. എന്താണെന്നറിയത്തില്ല, ഒരുപക്ഷെ നമ്മുടെ പ്ലാനുകളും പദ്ധതികളൊക്കെ അവള് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരിക്കോ, അതും അറിയത്തില്ല. പക്ഷെ അങ്ങനെ അറിയാനായിട്ട് വഴിയില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും വരത്തില്ല. എന്നിട്ട് അവള് വന്നിട്ട് എന്താ ചെയ്തേ, ഇടിച്ചില്ലെന്ന് പറഞ്ഞാനാ കൊണ്ടുവന്നായിരുന്നു വണ്ടി. അവള് വന്നിട്ട് അവന്റെ കയ്യെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇട്ടു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലെന്നും അവൻ അയാളോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അലോക് പറഞ്ഞു, നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോടെ മിഥുനെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയാം. അത് ശരിയാ, അവനും ഭാഗ്യമുണ്ട്, അവന് ആയുസ് കുറച്ചുകൂടെ നീട്ടി കിട്ടി, അങ്ങനെ വേണം കരുതാനെന്ന് പറയാം. ആ സമയത്ത് മിത്ര നോക്കിക്കഴിയുമ്പോ ആരിന് കൈ വേദന എടുത്തിട്ട് ഭയങ്കരമായിട്ട് മുഖം വല്ലാതാവുന്നുണ്ട്. പെട്ടെന്ന് ആരിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാ, ദേ കൈ വേദന എടുക്കുന്നുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാം. നാളെ രാവിലെ ആകുമ്പത്തേനും കൈ റെഡി ആയിക്കോളൂ എന്ന് പറയാം. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ. അല്ല മിത്ര, നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്നോട് പറയാൻ വേണ്ടി വന്ന, അത് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് നിർബന്ധം പിടിച്ച് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ലാത്ത കാര്യ. ഒരുപക്ഷെ ഭഗവാനായിരിക്കും എന്നെ ഈ സമയത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, അല്ലായിരുന്നെങ്കിലോ. അല്ല, ശരിക്കും സംഭവിച്ച എന്താന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ആര്യ, ആ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആന്റെ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ടെ. ഞാൻ നോക്കിയപ്പോ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാ. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മള് ഇത് കേട്ടതും ആര്യം പറഞ്ഞ്, ഞാൻ മാത്രമല്ലല്ലോ, നീയും അപകടത്തിൽ പെടില്ലായിരുന്നോ, പിന്നെ നീ എന്തിനെ രക്ഷിക്കാൻ നോക്കിയെന്ന് ചോദിക്കാം. അതെ, ആരിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൂടെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച്, അല്ലാതെ ആരിനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം. ആരും തിരിച്ചറിയുമായിരുന്നു മിത്രയുടെ സ്നേഹം എത്ര മാത്രമാണ്. പിന്നീട് മിത്രയോട് പറഞ്ഞു, വേണ്ട മിത്ര, നീ ഇങ്ങനെയൊന്നും പറയണ്ട, ബാ കേറ്, നമുക്ക് പോവാന്ന് പറയണം. അതെ, ആരിന് കൈമേലല്ലോ എന്ന് പറയാം, അത് കുഴപ്പമില്ല എന്ന് പറയണം. മിത്ര ചോദിച്ചു, എന്ത് പറ്റി ആര്യ, മുഖം പിന്നെയും വല്ലാതാവുന്നുണ്ടല്ലോ, കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം വേണമായിരുന്നു, ഇവിടെ നിൽക്കുക, ഞാൻ പോയി ഇത്തിരി വെള്ളം വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. അങ്ങനെ മിത്ര പോയി ഒരു കുപ്പി വെള്ളം മേടിച്ചോണ്ട് ആരിന് കൊടുത്തു. ഇപ്പൊ കുഴപ്പമില്ല, പോകാന്ന് പറയാം. അല്ല, ആരിനെ കൈവച്ചിന് വണ്ടി ഓടിക്കാൻ പറ്റുമോ, ഒരു കാര്യം ചെയ്യാം, ആരിന് ഇവിടെ ഇരുന്നു, എന്റെ പുറകെ കയറി ഇരുന്നാ മതി, ഞാൻ വണ്ടി ഓടിച്ചോളാന്ന് പറയണം. അത് വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. അതെന്താ, നിനക്ക് എന്നെ ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ചോദിക്കും. ഒരു സ്കൂട്ടി ഓടിക്കാല്ലേ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ആനൊന്ന് ഇരുന്ന് തന്നാ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, വേണ്ട, അതിന്റെ കാര്യമില്ലെന്ന് പറയും. എന്നാ കുഴപ്പമില്ല, ആര്യൻ എന്റെ പുറയിലിരിക്കാൻ മടിയാണെങ്കിൽ ഈ സ്കൂട്ടി ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ എടുക്കാം, അതിന് കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. അത് വേണ്ട, ഇവിടെ ഒന്നും വണ്ടി വെച്ചിട്ട് പോകേണ്ട കാര്യമില്ല, നീ കേറാൻ പറഞ്ഞിട്ട് മിത്രനെ പുറകെ കേട്ടിട്ട് ആര്യം തന്നെ വണ്ടി എടുക്കുകയാണ്. അങ്ങനെ പോണ സമയത്ത് മിത്ര പറഞ്ഞു, എന്നാലും എനിക്ക് ആ സമയത്ത് അങ്ങോട്ട് വരാൻ തോന്നിയത് എന്താന്ന് എനിക്ക് മനസ്സിലാകത്തെ. ആര്യം പറഞ്ഞു, അത് ശരിയാ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ പോകത്തില്ലായിരുന്നല്ലോ എന്ന് പറയാ. പിന്നീട് കാണിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടില് രണ്ടുപേരും കൂടെ ഇങ്ങനെ സന്തോഷിച്ച് പോകുന്ന മിത്രയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുന്നുണ്ട്. ആരിനെ കുറിച്ചുള്ള, ആരിനും താനും ഒരുമിച്ച് കൈപിടിച്ച് പോകുന്ന ആ രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഗോമതി വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. മടങ്ങി വരണ സമയത്താണ് അവിടെ മുത്തശ്ശി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പൊ അമ്മേനെ കണ്ടതും ഭയങ്കര സന്തോഷമായി ഗോമതിക്ക്. തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാൻ ഒരാളായല്ലോ. പക്ഷെ അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ നിയന്ത്രണം വിട്ടുപോയി. കണ്ണ് നിറഞ്ഞു വന്നു. എന്താ മോളെ,
നിനക്കെന്താ സുഖമില്ലേ? എന്താ നിനക്ക് കണ്ണ് നിറഞ്ഞിരിക്കണേന്ന് ചോദിക്കുക. ആ ചോദ്യം കേട്ടതും ഗോമതിയുടെ നെഞ്ചു പൊട്ടി. പിന്നെ ഒരു പൊട്ടി കരച്ചിലായിരുന്നു അവിടെ. എന്താ മോളെ, എന്തേലും കാര്യമുണ്ടോ? എന്തേലും പ്രശ്നമുണ്ടോ? എന്താ നീ ഇങ്ങനെ കിടന്ന് കരയണേ? അപ്പോഴാണ് രാജശ്രീ അങ്ങോട്ട് വരുന്നത്. രാജശ്രീ നോക്കിക്കഴിഞ്ഞപ്പോ ഗോമതി കരയണം. ഓഹോ, താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, നീ കാത്തു. കല്യാണം മുടങ്ങിയിട്ടുണ്ട്, അതാണ് ഈ സങ്കടം. ഈ ഒരു ദിവസത്തിനു വേണ്ടിയാ കാത്തിരുന്ന. കൊള്ളാം. പിന്നീട് പെട്ടെന്ന് രാജശ്രീ അങ്ങോട്ട് വരുവാണ്. എന്താ ഗോമതി? ഗോമതി എന്താ കരഞ്ഞേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എന്തിനാന്ന് അറിയത്തില്ല കരഞ്ഞേ. എനിക്ക് മനസ്സിലായി ഗോമതി കരഞ്ഞ എന്തിനാന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അല്ല രാജശ്രീക്ക് എന്ത് മനസ്സിലായെന്നാ? പെട്ടെന്ന് ഗോമതി ആ കരച്ചിലേക്ക് അങ്ങോട്ട് നിർത്തി. അത് പിന്നെ പല കാര്യങ്ങളും നടന്നില്ല, അതിന്റെ സങ്കടത്തിലല്ലേ ചോദിക്കും. എന്ത് കാര്യങ്ങള്? അല്ല കല്യാണം മുടങ്ങിപ്പോയല്ലേ, അതിന്റെ വിഷമത്തിലല്ലേ ഗോമതി കരഞ്ഞേന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എന്ന് രാജശ്രീയോട് ആരാ പറഞ്ഞേ? എനിക്ക് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. ആനന്ദിന്റെ കല്യാണം അല്ലായിരുന്നോ? അത് മുടങ്ങിപ്പോയതിന്റെ വിഷമത്തിനെ കരയണേന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അങ്ങനെ ഒരു ചിന്ത രാജശ്രീയുടെ മനസ്സ് വേണ്ട കേട്ടോ. കല്യാണം മുടങ്ങിയിട്ടില്ല, അത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ആ വിവാഹം നടക്കും. പിന്നെ ഇതിന്റെ പേരില് സന്തോഷിക്കാനാണെങ്കിൽ രാജശ്രീയുടെ ഭാവമെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. അന്ന് നടക്കുന്ന കാര്യമല്ല. കല്യാണമൊക്കെ നടക്കും. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല, എന്റെ മനസ്സ് നൊന്തേന്ന് പറയണം. ഇത് കേട്ടൻ രാജശ്രീക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രാജശ്രീയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, ഒന്ന് കയറി പോകുന്നുണ്ടോ രാജശ്രീ അകത്തെന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീനെ അകത്തേക്ക് ഓടിക്കുവാണ്. പിന്നീട് ചോദിച്ചു, പറമോളെ നിന്റെ വിഷമം എന്താ? അതല്ലെങ്കിൽ നിന്റെ വേറെന്താ, നിന്റെ മനസ്സുള്ള വിഷമം എന്താന്ന് ചോദിക്കുക. അത് കേട്ടപ്പോഴാണ് ഗോമതി കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് ആരിനെ കണ്ടതും ആരും ചുമടെടുത്തോണ്ട് പോയതും പിന്നെ അവന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചെല്ലാം പറയാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മേ. മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ട്. ഞാൻ അവന്റെ പെറ്റമ്മയല്ലേ. അവൻ എന്തേലും സംഭവിച്ചാൽ എനിക്ക് നോവാതിരിക്കുവോ? എനിക്ക് അത്രമാത്രം വിഷമമുണ്ടെന്ന് പറയാം. അത് മോളെ നീ വിഷമിക്കേണ്ട, വേദനിക്കേണ്ട. അവൻ നല്ലവനാ. അവന് നല്ലൊരു ഭാവിയുണ്ട്. അവൻ നല്ല ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാട് നീ കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയണം. എന്നാലും ബാലേണ്ണനും കൂടി വിളിക്കാൻ തോന്നില്ല അവനെ. അതോർത്തിട്ടുള്ള സങ്കടം. നീ വിഷമിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ സങ്കടങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരും. ഈ അമ്മയല്ലേ പറയണേ. അമ്മ പറഞ്ഞാൽ നിന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക. അങ്ങനെ ഗോമതിനെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കയറ്റി വിടുവാണ്. ആ സമയം ഉദയഭാനു മുറിയിലിരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകല അങ്ങോട്ട് വന്നു. ഓ എന്റെ പൊന്നോ, എത്ര ദിവസം കൂടിയിട്ടാ അടുക്കളയിൽ ഈ പഞ്ഞൊന്നും ഇല്ലാതിരിക്കുന്നേ. അടുക്കള സാധനങ്ങളൊക്കെ നിറച്ച് കണ്ടത് കുറെ കാലങ്ങൾക്ക് മുമ്പാ. ഇപ്പൊ വീണ്ടും ആ സൗഭാഗ്യം നമുക്ക് കൈവന്നിരിക്കാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, എല്ലാം ബാലന്റെ കടാക്ഷം കൊണ്ടാ. ബാലന്റെ കടയിൽ നിന്ന് അത്ര സാധനം എടുത്തോണ്ടല്ലേ. അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഉദയേട്ടാ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തു. മുഖത്തുതേക്കാളെ പയറുപൊടി വരെയാ ഞാൻ എടുത്തേന്ന് പറയാ. ഇത് കേട്ടപ്പം ഉദയഭാനു പറഞ്ഞു, കൃത്യസമയത്ത് പൈസ വേണ്ടെന്ന് ബാലൻ പറഞ്ഞത് നന്നായി. എങ്ങാനും പണം വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി. അന്നെങ്കിൽ ചമ്മി നാണം കിട്ടുപോയനും. ശ്രീകല പറഞ്ഞു, അങ്ങനെ എന്റെ ഉദയേട്ടനെ നാണം കെടുത്താൻ ഞാൻ വിടുവോ? കൃത്യസമയത്തിന് ഞാൻ കയറി ഇടപെടില്ലേ? ഞാൻ പറയും, അതെ ഇനി നിനക്ക് വിഷമമാണേ വേണ്ട. ഒന്നുമല്ലേ, നമ്മൾ ബന്ധുക്കാരാകാൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങളെ ഒരു നാണക്കെടിലേക്ക് വലിച്ചിടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുവോ? അതുകൊണ്ട് ഇനി ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പൈസ കൊടുക്കേണ്ട ഉദയേട്ടാന്ന് പറഞ്ഞ് ഞാൻ ഉദയേട്ടനെ നൈസായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോരത്തില്ലേന്ന് ചോദിക്കും. അതെനിക്ക് പിന്നെ അറിയത്തില്ലയോ നിന്റെ കാര്യം. നീ ആളെ കേമിയാന്ന് എനിക്ക് അറിയാന്ന് പറയാം. ശ്രീകല പറഞ്ഞു, അഭിനയിക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ എത്ര ഇതൊക്കെ കണ്ടിരിക്കുന്നു. എല്ലാരും വീഴിക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയാം. അതുകൊണ്ടല്ലേ ആ കടയിൽ നിന്ന് അമ്മാതിരി സാധനങ്ങളൊക്കെ ഞാൻ വാരി കൂട്ടിയെന്ന് പറയാം. ഇനി ഒരു മാസത്തിന് കുശാലായി. ഉദയഭാനു പറഞ്ഞു, ഇത്രയും കാലം റേഷനരി കഴിച്ചോണ്ടിരുന്ന ഇന്നൊരു ദിവസം കുത്തിരി കഴിച്ചപ്പോ വയറിനൊക്കെ എന്തൊരാശ്വാസം, എന്തൊരു സുഖം അല്ലേ ശ്രീകലേന്ന് ചോദിക്കുക. അതെ അത് തന്നെയാന്ന് പറയണ. കുത്തിരി മാത്രമല്ല, സോപ്പ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ ഗോമതിന്. അല്ലേ ശ്രീകലേന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷെ എന്നും നമുക്ക് ബാലന്റെ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു വിസിറ്റ് നടത്തണം അവരുടെ കടയിലേക്ക്. പക്ഷെ അത് പറ്റില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയങ്ങൾ തോന്നില്ലേ. അത് ശരിയാന്ന് പറയണം. ഇതായി ഉദയേട്ടന്റെ മണ്ടയിലൊന്നും ഇല്ലാന്ന് പറഞ്ഞേ. നമ്മൾ നമ്മുടേതായ മാനേഴ്സ് ഒക്കെ നോക്കണ്ടേ എന്നൊക്കെ ഉദയഭാനുവിനോട് പറയാണ്. പിന്നീട് ശ്രീകല പറഞ്ഞു, ഇത്രയും വരെ കാര്യങ്ങളൊക്കെ ഓക്കെയാ, പക്ഷെ ഇതിങ്ങനെയൊന്നും അല്ല. ഇനി മോളുടെ കല്യാണം വരുന്നേ. നിശ്ചയം വേണം, കല്യാണം വേണം, എല്ലാ കാര്യങ്ങളും നടത്തണം. അത് ശരിയാ, കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തണം. ഒരു 10-100 പേരെങ്കിലും വിളിക്കണ്ടേന്ന് ചോദിക്കും. വിളിക്കണം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്റെ ബന്ധുക്കാരെ വേണ്ട കേട്ടോ. എല്ലാം ചുമ്മാ കൂതറകളാണേ. അവർക്ക് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. എങ്ങാനും ബാലിന്റെ ചെവിയിൽ ഓതി കൊടുത്താലോ? ഒരു കാര്യം ചെയ്താൽ മതി. നിന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവനില്ലേ, അയാളെ വിളിച്ചാൽ മതി. അയാൾക്കാണെങ്കിൽ നമ്മുടെ സെറ്റപ്പിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലോ. അത് ശരിയാ, പക്ഷെ അത് മാത്രം പോലല്ലോ ഉദയേട്ടാ. വരുന്നവർക്ക് ഫുഡ് എടുക്കണ്ടേന്ന് ചോദിക്കും. അതിനിപ്പോ എന്ത് ചെയ്യും? ഫുഡ് കൊടുക്കാൻ സാധനം മേടിക്കാനുള്ള പൈസ വേണ്ടേ? അത് എങ്ങനെയാലും ഉണ്ടാക്കാൻ നോക്കാം. പക്ഷെ എന്നാലും ബാക്കി കാര്യമോ?
സ്വർണത്തിന് എന്നായും? എടി അതൊക്കെ വാടകയ്ക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. അപ്പൊ ഡ്രസ്സിന്റെ കാര്യോ? എടി ഡ്രസ്സൊക്കെ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി വാടകയ്ക്ക് എടുത്താൽ മതി. വാടക പൈസ കൊടുത്താൽ മതിയല്ലോ, പിന്നെ അങ്ങോട്ട് തിരിച്ചേൽപ്പിച്ചാ പോരെ. അത് ശരിയാ, പക്ഷേങ്കില് വേറെന്താ? എന്നാലും ഈ വേറെ പണങ്ങളും കാര്യങ്ങളും ഓരോന്നിന് പൈസ വേണ്ടല്ലോ. അതിനൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അതിനൊക്കെ നമുക്ക് ആരെയും പറ്റിക്കാന്ന് പറയണം. പറ്റിക്കാനോ? അല്ല പിന്നെ, അല്ല, വീടൊക്കെ ചെറിയ തോതിലെങ്ങും ഡെക്കറേറ്റ് ചെയ്യണ്ടേ? അതിന്റെ കാര്യമൊക്കെ നീ എനിക്ക് വെട്ടേരെ. പറ്റിക്കുന്ന കാര്യത്തിൽ പണ്ടേ ഞാൻ ഉസ്താദ് അല്ലേന്ന് ഉദയഭാനു പറയാം. അതെ അതെ, ഒരു കാര്യം എനിക്ക് ഉറപ്പായി. മോളുടെ കല്യാണത്തിന് അച്ഛന്റെ കയ്യിലുള്ള ആകെപ്പാടെയുള്ള സമ്പാദ്യം ഈ പറ്റിക്കല് മാത്രമല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഉദയഭാനു അങ്ങ് സഹിച്ചില്ല. ഉദയഭാനു അങ്ങ് ചാടി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഓഹോ, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യുക. നിന്റെ തറവാട്ട് വീട്ടിൽ നിന്റെ അപ്പം തന്നോട്ടെ കുറെ ശ്രീധനല്ലേ, ആ പൈസ കുറേയും എടുക്കുക. അതങ്ങെടുത്ത് ചെലവാക്കിയ കാര്യം അങ്ങ് തീരുമല്ലോ. മോളുടെ കല്യാണം നന്നായിട്ട് നടത്താമല്ലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രീകല്യാണം മുഖം താണു. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞാലേ ഉദയേട്ടാ. ദേ, കുത്തരിച്ചോറ് കഴിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. എത്ര ദിവസം കൂടിയെന്നറിയോ ഇങ്ങനെയൊന്നും സന്തോഷിക്കുന്നേ. ആ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഉദയേട്ടൻ വരാനും പറഞ്ഞിട്ട് അവരങ്ങൾ പോവാണ്. ആ സമയം ഗോമതി വീട്ടിലേക്ക് വന്നിട്ട് ആകപ്പാടെ അസ്വസ്ഥപ്പെട്ടിരിക്കുക. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താമ്മേ, എന്താ കാര്യം, എന്താ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കും. ആരിന് വരാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവനെ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും മോളെ, അവൻ എൻ്റെ മോനല്ലേ, അവനില്ലാതെ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുക. അമ്മേ, അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അവനും കൂടെ തോന്നണ്ടേ വരണോ വേണ്ടയോ എന്നൊക്കെ അവനും കൂടെ തീരുമാനിക്കണ്ടേ. അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഇനിയിപ്പൊ അച്ഛനെ പേടിച്ചിട്ടായിരിക്കും അവൻ വരുന്നില്ല എന്ന് വെച്ചേ. എന്നാലും അവന്റെ കഷ്ടപ്പാടുകൾ കണ്ട് എനിക്ക് സഹിച്ചില്ല. കാരണം ഇപ്പൊ പഠിക്കാൻ പോകണ്ടല്ലേ അവന്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ അവന്റെ ജീവിതം ആയിത്തീരുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷ കാര്യമാണോ? ഹോ, ഇനി അമ്മ അത് പറഞ്ഞു. എല്ലാത്തിനും കാരണം അമ്മ ഒറ്റയെടുത്തിയാന്നുള്ള ബോധം വേണമെന്ന് പറയാം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അവനെ എങ്ങനെയും രക്ഷിച്ചാൽ മതിയാവുള്ളൂ പറയാം. എങ്ങനെ രക്ഷിക്കാനായിട്ട്? ഇങ്ങോട്ടെങ്ങാനും വിളിച്ചോണ്ട് വരാനായിട്ട് അച്ഛൻ തയ്യാറാകുമോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ മോനെ അങ്ങനെ ഞാൻ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പ്രസവിച്ചാണെങ്കിൽ അവൻ ഈ വീട്ടിലേക്ക് വന്നിരിക്കും. അതിന് ബാലേട്ടൻ സമ്മതിക്കുകയും ചെയ്യും. ബാലേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്നും പറയണം. പക്ഷെ ഗോമതി പറഞ്ഞ ഉദ്ദേശം എന്താന്ന് മീനാക്ഷിക്ക് മനസ്സിലായി പോലില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ വരുവാണ്. ബാലൻ ആകാശമൊക്കെ വരുവാണ്. പിന്നീട് ബാലൻ വന്നിട്ട് പറ്റുബുക്ക് നേരെ അനുസരിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അതെ, ഈ ബുക്ക് മോള് സൂക്ഷിച്ചോളാൻ പറയണ. കണക്കുകാരും കാര്യങ്ങളൊക്കെ മോളല്ലേ എഴുതുന്നേ. അത് ശരിയാച്ചാ, ഞാൻ എടുത്തു വെച്ചേക്കാന്ന് പറയണ. പിന്നീട് ഗോമതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഗോമതി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് നിൽക്കും. ഒന്നുമില്ല, പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയണം. സന്തോഷ വാർത്ത? അതെന്താ? അത് പിന്നെ നിശ്ചയത്തിനുള്ള ഡേറ്റ് എടുത്തിട്ടെന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി ഒന്നും മിണ്ടിയില്ല. എന്താ ഗോമതി, നിനക്ക് എന്തോ വയ്യായിക ഉണ്ടല്ലോ, എന്തേലും പ്രശ്നമുണ്ടോ? കാര്യം എന്താന്ന് പറ. ഞാൻ നിശ്ചയത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നിനക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്. നീ എന്താളും തുറന്നു പറ. അത് പിന്നെ നിശ്ചയത്തിന് ആര്യം വരുമോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ബാലനൊന്നും ഞെട്ടി. ആര്യം വരുമോന്നോ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ഞാൻ എങ്ങനെ അറിയുന്ന ആര്യം വരുമോ ഇല്ലയോ എന്നൊക്കെ? ഓഹോ, അപ്പം ബാലേണ്ണ ആ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലേന്ന് ചോദിക്കണം. അതാ പറഞ്ഞ, എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എനിക്കൊരു കാര്യം അറിയാം. ആര്യം നിശ്ചയത്തിന് വന്നില്ലെങ്കിൽ ഈ ഗോമതി നിശ്ചയത്തിന് ഉണ്ടാകത്തില്ല. അവൻ ഈ വീട്ടിൽ വേണം എൻ്റെ മകനായിട്ടെന്ന് പറയാം. അത് മാത്രമല്ല, നിശ്ചയത്തിന് നല്ല കല്യാണത്തിനും ആരിനില്ലെങ്കിലും ഞാൻ ഈ കുടുംബത്തിലുണ്ടാകത്തില്ല. എനിക്ക് എൻ്റെ ആരിനെ വലുത്, ഈ കല്യാണം അല്ല വലുതെന്ന് പറയാം. ഇത് കേട്ട ഒരു ഞെട്ടലോടുകൂടി എല്ലാവരും ഗോമതിനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.